ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പോലുള്ള ആപ്പുകളും പബ്ജി, ഫ്രീ ഫയർ പോലുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളും സാംസ്കാരിക പ്രതിഭാസങ്ങളായി മാറിയിരിക്കുന്നു. എന്നാൽ ഇത് യുവാക്കളുടെ മാത്രം പ്രശ്നമല്ല. പഴയ തലമുറകളും ഡിജിറ്റൽ ചുരുളിയിലേക്ക് കൂടുതൽ വശീകരിക്കപ്പെടുന്നു. പൊതു സാങ്കേതിക വിദ്യ സ്വീകരിക്കാൻ മടിച്ചിരുന്ന മുതിർന്ന പൗരന്മാർ ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബ് ട്യൂട്ടോറിയലുകളും ആശ്വാസം കണ്ടെത്തുന്നു. 15 മുതൽ 30 വയസ്സ് പ്രായമുള്ള ഇന്ത്യയിലെ യുവാക്കളെ സംബന്ധിച്ച് സ്ക്രീൻ ആസക്തി പ്രത്യേകിച്ച് ആശങ്കാജനകമാണ്. പലരും ഒരു ദിവസം 100 തവണയിൽ കൂടുതൽ ഫോൺ പരിശോധിക്കുന്നതായി സമ്മതിക്കുന്നു. ഈ അമിതമായ ഉപയോഗം നിരവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ക്രീനിന്റെ വശീകരണം. 2025 കണക്കനുസരിച്ച് അതിവേഗം വളരുന്ന ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറുള്ള ഇന്ത്യ 800 ദശലക്ഷത്തിലധികം സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുടെ കേന്ദ്രമാണ്. ഇത് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വിപണികളിൽ ഒന്നാക്കി മാറ്റുന്നു. യുവാക്കൾക്ക് സ്മാർട്ട് ഫോണുകൾ വെറും ഉപകരണങ്ങൾ മാത്രമല്ല, സോഷ്യൽ മീഡിയ, ഗെയിമിംഗ്, സ്ട്രീമിംഗ്, തൽക്ഷണ ആശയവിനിമയം എന്നിവയുടെ ഒരു പ്രപഞ്ചത്തിലേക്കുള്ള കവാടങ്ങളാണവ. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് പോലുള്ള ആപ്പുകളും പബ്ജി, ഫ്രീ ഫയർ പോലുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളും സാംസ്കാരിക പ്രതിഭാസങ്ങളായി മാറിയിരിക്കുന്നു. ഉപയോക്താക്കളെ പിടിച്ചു നിർത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഉള്ളടക്കത്തിന്റെ അനന്തമായ ധാരകൾ ഇവ നിരന്തരം വാഗ്ദാനം ചെയ്യുന്നു. ഡോപ്പമൈൻ പ്രേരിതമായ ഫീഡ്ബാക്ക് ലൂപ്പുകൾ, ലൈക്കുകൾ, അറിയിപ്പുകൾ, ഇൻ ഗെയിം റിവാർഡുകൾ ഇതിനോടെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുക എന്നത് നിർബന്ധമാകുന്നു. പലപ്പോഴും യഥാർത്ഥ ലോകത്തിലെ ബന്ധങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു അത്. എന്നാൽ ഇത് യുവാക്കളുടെ മാത്രം പ്രശ്നമല്ല. പഴയ തലമുറകളും ഡിജിറ്റൽ ചുരുളിയിലേക്ക് കൂടുതൽ വശീകരിക്കപ്പെടുന്നു. മധ്യവയസ്കരായ പ്രൊഫഷണലുകൾ ജോലിയുമായി ബന്ധപ്പെട്ട് സ്ക്രീനുകളിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. അതേസമയം ഒരു ഘട്ടത്തിൽ പൊതു സാങ്കേതിക വിദ്യ സ്വീകരിക്കാൻ മടിച്ചിരുന്ന മുതിർന്ന പൗരന്മാർ ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബ് ട്യൂട്ടോറിയലുകളും ആശ്വാസം കണ്ടെത്തുന്നു. വിദൂര ജോലി, ഓൺലൈൻ വിദ്യാഭ്യാസം, വെർച്വൽ സോഷ്യലൈസിംഗ് എന്നിവ ആവശ്യകതകളായി മാറിയതിനാൽ ഉൽപാദനക്ഷമമായ സ്ക്രീൻ സമയത്തിനും ബുദ്ധിശൂന്യമായ സ്ക്രോളിങ്ങിനും ഇടയിലുള്ള അതിരുകൾ മായുന്നു. യുവാക്കളിൽ ഉണ്ടാകുന്ന ആഘാതം. 15 മുതൽ 30 വയസ്സ് പ്രായമുള്ള ഇന്ത്യയിലെ യുവാക്കളെ സംബന്ധിച്ച് സ്ക്രീൻ ആസക്തി പ്രത്യേകിച്ച് ആശങ്കാജനകമാണ്. പലപ്പോഴും ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ജനസംഖ്യാ വിഭാഗം ഇന്ത്യയിലെ സാങ്കേതിക വിപ്ലവത്തിന്റെ മുൻനിരയിലാണ്. അതേസമയം അതിന്റെ ഏറ്റവും ബലഹീനരായ ഇരകളും കൂടിയാണ്. ഇന്ത്യൻ കൗമാരക്കാർ ദിവസവും ശരാശരി 6 മുതൽ 8 മണിക്കൂർ സ്ക്രീനുകളിൽ ചെലവഴിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പലരും ഒരു ദിവസം 100 തവണയിൽ കൂടുതൽ ഫോൺ പരിശോധിക്കുന്നതായി സമ്മതിക്കുന്നു. ഈ അമിതമായ ഉപയോഗം നിരവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാനസികാരോഗ്യ വെല്ലുവിളികൾ. ദീർഘനേരത്തെ സ്ക്രീൻ സമയം, വർദ്ധിക്കുന്ന ഉത്കണ്ഠ, വിഷാദം, ഉറക്ക തകരാറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രദർശന യോഗ്യമായ ഒരു ഓൺലൈൻ വ്യക്തിത്വം നിലനിർത്താനുള്ള സമ്മർദ്ദം, സൈബർ ഭീഷണി, യാഥാർത്ഥ്യബോധമില്ലാത്ത സൗന്ദര്യ മാനദണ്ഡങ്ങൾ എന്നിവയ്ക്ക് വിധേയരാകാനുള്ള സാധ്യത എന്നിവ യുവമനസ്സുകളെ ബാധിക്കുന്നു. അക്കാദമിക് തകർച്ച. സോഷ്യൽ മീഡിയയോ ഗെയിമിങ്ങോ വഴി ശ്രദ്ധ തെറ്റുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും ഏകാഗ്രതയിലും ഉൽപാദനക്ഷമതയിലും വെല്ലുവിളികൾ നേരിടുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് നിംഹാൻസ് നടത്തിയ 2023 സർവേയിൽ അമിതമായ സ്ക്രീൻ ഉപയോഗം കാരണം 40% ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസ മികവ് കുറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു. ബലഹീനമാകുന്ന ബന്ധങ്ങൾ. വെർച്വൽ ഇടപെടലുകൾ നേരിട്ടുള്ള ബന്ധങ്ങൾക്ക് പകരമാകുന്നു. കുടുംബം ഒന്നിച്ചുള്ള അത്താഴവേളകൾ ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ മൂലം തടസ്സപ്പെടുന്നു. സൗഹൃദങ്ങൾ പലപ്പോഴും ലൈക്കുകൾ, ഇമോജികളുമായി ചുരുങ്ങുന്നു. വൈകാരിക അടുപ്പം ഇല്ലാതാകുന്നു. പല തലമുറകളെ ബാധിക്കുന്ന ആശങ്ക. യുവാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ആഘാതം നേരിടേണ്ടി വരുന്നതെങ്കിലും സ്ക്രീൻ ആസക്തി പ്രായത്തിന് അതീതമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ കുതിച്ചുയരുന്ന IT സ്റ്റാർട്ടപ്പ് മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾ ലാപ്ടോപ്പുകളിൽ ദീർഘനേരം ജോലി ചെയ്യുകയും സ്ലാക്ക് അല്ലെങ്കിൽ വാട്സാപ്പ് പോലുള്ള മെസ്സേജിംഗ് ആപ്പുകൾ വഴിയുള്ള നിരന്തരമായ കണക്ടിവിറ്റി മൂലം ഡിജിറ്റൽ ഓവർലോഡ് നേരിടുന്നു. ഇത് ജോലിയും ജീവിതവും തമ്മിലുള്ള അതിരുകൾ മായ്ക്കുന്നു. ഇത് ക്ഷീണത്തിലേക്കും കുടുംബ ബന്ധങ്ങൾ വഷളാകുന്നതിലേക്കും നയിക്കുന്നു. പ്രായമായവരിൽ സ്ക്രീനുകളുടെ ആകർഷണം പലപ്പോഴും TV ഷോകൾ കാണുന്നതോ വാർത്താ ഫീഡുകളിലൂടെ അനന്തമായി സ്ക്രോൾ ചെയ്യുന്നതോ ആയ ശീലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഉദാസീനമായ ജീവിതശൈലിക്കും സാമൂഹിക ഒറ്റപ്പെടലിനും കാരണമാകുന്നു. കുട്ടികളും ഇതിൽ നിന്നൊഴിവാകുന്നില്ല.
മാതാപിതാക്കൾ കുട്ടികളെ നോക്കുന്ന ജോലി ഡിജിറ്റൽ സ്ക്രീനുകളെ ഏൽപ്പിക്കുന്നത് വഴി വർദ്ധിച്ചതോടെ 2 വയസ്സുള്ള കുട്ടികൾ പോലും മണിക്കൂറുകളോളം കാർട്ടൂണുകളും ഗെയിമുകളും കാണാൻ ഇടയായിരിക്കുകയാണ്. ഇത് അവരുടെ വൈജ്ഞാനവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് തടസ്സമാകുന്നു. കുട്ടിക്കാലത്തെയുള്ള സ്ക്രീൻ ആസക്തി ശ്രദ്ധാപരിധിയിലും ഭാഷാ വൈവിധ്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ഇന്ത്യൻ പീഡിയാട്രിക്സ് അക്കാദമി ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്ക്രീൻ ആസക്തിയുടെ സാംസ്കാരികവും സാമൂഹികവുമായ ജാലക ശക്തികൾ. ഇന്ത്യയുടെ സവിശേഷമായ സാമൂഹിക സാംസ്കാരിക ഭൂപ്രകൃതി സ്ക്രീൻ ആസക്തിയെ വർദ്ധിപ്പിക്കുന്നു. വളരാൻ ആഗ്രഹിക്കുന്ന മധ്യവർഗം സ്മാർട്ട് ഫോണുകളെ സാമൂഹിക പദവിയുടെയും പുരോഗതിയുടെയും പ്രതീകങ്ങളായി കാണുന്നു. അവ അവയുടെ സർവ്വവ്യാപനത്തിന് കാരണമാകുന്നു. താങ്ങാനാവാത്ത ഡാറ്റ പ്ലാനുകളും വില കുറഞ്ഞ ഉപകരണങ്ങളും ഇതിന്റെ ലഭ്യതയെ ജനാധിപത്യവൽക്കരിച്ചിട്ടുണ്ട്. പക്ഷേ അവ അമിതമായ ഉപയോഗത്തിനും ആക്കം കൂട്ടി. ട്രെൻഡുകളെ കുറിച്ചും അറിഞ്ഞിരിക്കുകയും ഓൺലൈൻ കമ്മ്യൂണിറ്റികളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണെന്നും സാമൂഹിക സമ്മർദ്ദങ്ങൾ വ്യക്തികളെ അവരുടെ ഉപകരണങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഗ്രാമീണ യുവാക്കൾക്കും സ്ക്രീൻ ലോകത്തിലേക്ക് ഒരു ജാലകം നൽകുന്നു. എന്നാൽ പരിമിതമായ ഡിജിറ്റൽ സാക്ഷരത പലപ്പോഴും അനിയന്ത്രിതമായി ഉപഭോക്തത്തിലേക്ക് നയിക്കുന്നു. വിദ്യാഭ്യാസ സമ്പ്രദായവും ഇതിലൊരു പങ്ക് വഹിക്കുന്നു. JEE, നീറ്റ് പോലുള്ള മത്സര പരീക്ഷകൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ അഭിലാഷങ്ങളിൽ ആധിപത്യം പുലർത്തുന്നതിനാൽ ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമുകൾ വൻ ജനപ്രീതി നേടി. എന്നിരുന്നാലും ഈ പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും വിദ്യാഭ്യാസത്തെ കളികൾക്ക് ചേർന്ന സവിശേഷതകളുമായി ബന്ധിപ്പിക്കുന്നു. ഇത് ബന്ധം വിടർത്തി നിൽക്കുക എന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാകുന്നു. ഈ സ്ഥിതി വിവര കണക്കുകൾ ഒരു മാറ്റത്തെ അടിവരയിട്ട് കാണിക്കുന്നു. സ്ക്രീനുകൾ ഇനി അപ്രധാനങ്ങളല്ല, മറിച്ച് വിദ്യാഭ്യാസം, സാമൂഹികവൽക്കരണം, വിനോദം എന്നിവയുടെ കേന്ദ്ര ബിന്ദുവാണ്. പാഠങ്ങളുടെ സ്ട്രീമിംഗ് മുതൽ സാമൂഹിക മാധ്യമ ഉള്ളടക്കങ്ങൾ സ്ക്രോൾ ചെയ്യുന്നത് വരെ യുവാക്കൾ ഒരു അമിതമായി ബന്ധിതമായിരിക്കുന്ന ലോകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. എന്നിരുന്നാലും ഈ സർവ്വവ്യാപിത്വം സുസ്ഥിരതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. ലോകമെമ്പാടും ദക്ഷിണാഫ്രിക്കക്കാർ പ്രതിദിനം 9 മണിക്കൂറും 24 മിനിറ്റും എന്ന നിരക്കുമായി മുൻപിൽ നിൽക്കുകയാണ്. ഇത് ഡിജിറ്റൽ ആശ്രിതത്വത്തിലെ സാംസ്കാരിക വ്യതിയാനങ്ങളെ കാണിക്കുന്നു. ഗെയിമിങ്ങും സോഷ്യൽ മീഡിയയും ആധിപത്യം പുലർത്തുമ്പോൾ 34% കൗമാരക്കാർ ദിവസവും ഡിജിറ്റൽ ഗെയിമുകളിൽ കളിക്കുന്നു. 22% പേർ 4 മണിക്കൂറിൽ കൂടുതൽ ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിന് ഈ രീതികൾ മനസ്സിലാക്കുക നിർണായകമാണ്. സാമൂഹികമായി ഇത് യഥാർത്ഥ ജീവിതത്തിലെ ഇടപെടലുകളെ തടസ്സപ്പെടുത്തുകയും സോഷ്യൽ മീഡിയ വഴിയുള്ള ഒറ്റപ്പെടലോ യാഥാർത്ഥ്യബോധ്യമില്ലാത്ത താരതമ്യങ്ങളോ വളർത്തുകയും ചെയ്യുന്നു. പെരുമാറ്റ പ്രശ്നങ്ങൾ, ശ്രദ്ധക്കുറവ്, അക്കാദമിക് ഇടിവ് എന്നിവ പഠനങ്ങൾ എടുത്തു കാണിക്കുന്നു. രൂക്ഷമാകുന്ന സന്ദർഭങ്ങളിൽ ADHD അനുകരിക്കുന്ന ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. വളർച്ചാപരമായി വിലയിരുത്തിയാൽ വളരെയധികം സ്ക്രീൻ സമയം വളർച്ചയ്ക്ക് അത്യാവശ്യമായ നിരീക്ഷണ നൈപുണ്യങ്ങളെയും ദൈനംദിന പഠനാനുഭവങ്ങളെയും തടസ്സപ്പെടുത്തിയേക്കാം. ഇതൊരു ദൂഷിത വലയമാണ്. വൈകാരിക ക്ലേശം കൂടുതൽ സ്ക്രീൻ ഉപയോഗത്തിലേക്ക് നയിക്കുന്നു. ഈ പ്രക്രിയ ആവർത്തിക്കുന്നു. ദുർബലരായ കൗമാരക്കാർക്ക് ഇത് സൈബർ ഭീഷണിയിലേക്കോ ദോഷകരമായ ഉള്ളടക്കത്തെ അഭിമുഖീകരിക്കുന്നതിലേക്കോ നയിച്ചേക്കാം. ഇത് ജാഗ്രതയുടെ ആവശ്യകതയ്ക്ക് അടിവരയിടുന്നു.